392 പേരുടെ മരണത്തിനിടയാക്കിയ ചൈന അതിർത്തിയിലുണ്ടായ മിന്നൽ പ്രളയത്തിന്റെ ദുരിതത്തിലാണ് നേപ്പാൾ. ഇതിനിടെ നേപ്പാളിന് മറ്റൊരു മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ചൈന. തങ്ങളുടെ പരിധിയിലുള്ള ചോച്ചൻ, ഖൊല, പുരേപ്പു, സാങ്പോ എന്നീ നദികളുടെ സംഗമസ്ഥാനത്ത് രൂപപ്പെട്ട പുതിയ തടാകം അടുത്ത 72 മണിക്കൂറിനിടെ തകരാനിടയുണ്ടെന്നാണ് ചൈനീസ് ജലവിഭവ വകുപ്പിനെ പ്രതിനിധീകരിച്ച് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. നേപ്പാളിലെ രക്ഷാപ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കാനും തുടർന്ന് ദുരന്തം ഒഴിവാക്കാനുമാണ് മുന്നറിയിപ്പ് നൽകിയതെന്നാണ് വിവരം. ടിബറ്റിൽ നിന്ന് മാത്രം 558 പേരെ കാണാതായെന്നാണ് വിവരം. 100 ചൈനീസ് പൗരന്മാരെ കാണാതായെന്ന് ചൈനീസ് വിദേശകാര്യ വക്താവ് ലിൻ ജിയാൻ പറഞ്ഞു. അപകട മേഖലയിലുള്ള ഗ്രാമങ്ങളിലെ ജനങ്ങളെ മുഴുവൻ ഒഴിപ്പിച്ചതായും 2 ഗ്രാമീണരെ രക്ഷിച്ചെന്നും CCTVയും റിപ്പോർട്ട് ചെയ്യുന്നു. അപകടത്തിൽ നേപ്പാളിൽ ഇതുവരെ 1500 പേരെയാണ് കാണാതായത്. പുതിയതായി രൂപപ്പെട്ട തടാകത്തിൽ നിരീക്ഷണം ശക്തമാക്കിയെന്ന് ചൈന അറിയിച്ചു. 2 മില്യൺ ക്യൂബിക് മീറ്റർ ജലമാണ് ഈ തടാകത്തിലുള്ളത്. ഇപ്പോഴേ നിറഞ്ഞു കവിഞ്ഞൊഴിക്കുകയാണിത്. ഇതിനിടയിലാണ് 72 മണിക്കൂറിനകം 3 മില്യൺ ക്യൂബിക് മീറ്റർ ജലം കൂടി എത്തുമെന്നും തടാകം തകരാമെന്നും മുന്നറിയിപ്പ് ചൈന നൽകിയത്. സ്ഥലത്തെ രക്ഷാപ്രവർത്തനത്തിനായി പ്രാദേശിക പോലീസ് സുരക്ഷാ സേനയുടെ സഹായത്തിന് ബീജിംഗ്, ചെങ്ദു എന്നിവിടങ്ങളിൽ നിന്ന് അഗ്നിരക്ഷാസേനയും അയച്ചിട്ടുണ്ട്. ഗിരോങ് ടൌണിന് സമീപത്തെ വൈദ്യുതി ആശയവിനിമയ സംവിധാനങ്ങൾ പുനഃസ്ഥാപിച്ചുവെന്നാൽ പോർട്ട് ഭാഗത്ത് ഇപ്പോഴും എല്ലാം തകരാറിലാണ്. 288 ഇന്ത്യക്കാരെയാണ് നേപ്പാൾ പ്രളയത്തിൽ കാണാതായിട്ടുള്ളത്. 826 വിദേശികളെയാണ് ആകെ കാണാതായത്. വിദേശികളിൽ കൂടുതലും ഇന്ത്യക്കാരാണ്. കൂടാതെ പുതിയതായി രൂപപ്പെട്ട ഒരു തടസ്സം മൂലമുണ്ടായ തടാകം താഴേക്ക് വീണ്ടും വെള്ളം കുത്തിയൊലിച്ചെത്താൻ കാരണമായേക്കുമെന്ന ഭീഷണിയുമുണ്ട്. തകർന്ന റോഡുകൾ, ഒലിച്ചുപോയ പാലങ്ങൾ, കൂറ്റൻ മൺകൂനകൾ, അവശിഷ്ടങ്ങൾ എന്നിവയ്ക്കിടയിലൂടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. അതേസമയം ബന്ധപ്പെടാൻ കഴിയാത്ത 290 ഇന്ത്യൻ പൗരന്മാരെ കണ്ടെത്താനുള്ള തീവ്രശ്രമത്തിലാണ് ഇന്ത്യ. നേപ്പാൾ ടിബറ്റ് അതിർത്തിക്കടുത്ത് ഹിമാനി തകർന്നതിനെ തുടർന്നുണ്ടായ മഞ്ഞുപാറയും ചേർന്നുള്ള കുത്തൊഴുക്കുമാണ് മിന്നൽ പ്രളയത്തിന് കാരണമായത്. വെള്ളവും ചെളിയും അവശിഷ്ടങ്ങളും അടങ്ങിയ കുത്തൊഴുക്ക് മധ്യ നേപ്പാളിലെ പട്ടണങ്ങളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും ഇരച്ചുകയറി വീടുകളും വാഹനങ്ങളും റോഡുകളും പാലങ്ങളും ഒലിച്ചുകൊണ്ടുപോയി. റാസുവ, നുവാക്കോട്ട് എന്നിവിടങ്ങളിലെ മുഴുവൻ ജനവാസ മേഖലകളും ചെളിക്കടിയിലായി. ഭോട്ടെ, കോശി നദീതടങ്ങളിലൂടെ വെള്ളം താഴേക്ക് കുത്തിയൊലിച്ചപ്പോൾ ജലവൈദ്യുത പദ്ധതികൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചു. നാശനഷ്ടങ്ങളുടെ വ്യാപ്തി കാരണം പല ഗ്രാമങ്ങളും ഒറ്റപ്പെട്ട നിലയിലാണ്. റോഡുകളും പാലങ്ങളും ഒലിച്ചുപോയതിനാൽ ഉൾപ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരിലേക്ക് എത്താൻ രക്ഷാപ്രവർത്തകർക്ക് പ്രയാസപ്പെടുകയാണ്. വീടുകളും വിപണികളും കൃഷിയിടങ്ങളും സർക്കാർ കെട്ടിടങ്ങളും ചെളിക്കും അവശിഷ്ടങ്ങൾക്കും അടിയിലായി. അതിനിടെ ഫോർട്ടെ കോശി നദീതടത്തിന്റെ ഉത്ഭവസ്ഥാനത്തിനടുത്ത് പുതിയതായി രൂപപ്പെട്ട തടാകം പൊട്ടിയാൽ വീണ്ടും വെള്ളം കുത്തിയൊലിച്ചെത്താൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളും ആശങ്കയേറ്റുന്നു. ഇത് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാനും നിലവിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ കൂടുതൽ സങ്കീർണമാക്കാനും ഇടയാക്കിയേക്കും. അതേസമയം ഒറ്റപ്പെട്ട പ്രദേശങ്ങൾ, നദീതീരങ്ങൾ, താഴ്ന്ന പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും കരസേനയും പ്രത്യേക സംഘങ്ങളും തിരച്ചിൽ തുടരുകയാണ്. ദുരന്തബാധിത ജില്ലകളിൽ ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തത് ചിത്വാനിൽ നിന്നാണെന്നും അവിടെ 137 മൃതദേഹങ്ങൾ ലഭിച്ചതായും നേപ്പാൾ പോലീസ് അറിയിച്ചു. റാസുവ, നുവാക്കോട്ട്, ധാഡിംഗ്, ഗോർഖ, തനഹൂൻ, നവൽപരാസി എന്നിവിടങ്ങളിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെടുത്തു. നേപ്പാൾ സൈന്യത്തിലെ 44 പേരും നേപ്പാൾ പോലീസിലെ 28 പേരും ആംഡ് പോലീസ് ഫോഴ്സിലെ 13 പേരും കാണാതായവരുടെ പട്ടികയിലുണ്ട്. ജലവൈദ്യുത പദ്ധതികളിലും കസ്റ്റംസ് ഓഫീസുകളിലും ജോലി ചെയ്തിരുന്ന 160ഓളം പേരെയും കാണാതായിട്ടുണ്ട്. റോഡുകൾ തകർന്നതും പാലങ്ങൾ നിലംപൊത്തിയതും ചെളിയും അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയതും തുടർ പ്രളയ സാധ്യതയും കാരണം പല പ്രദേശങ്ങളും ഒറ്റപ്പെട്ട നിലയിലാണ്. ഇത് രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. അതിനിടെ ദുരന്തത്തെ തുടർന്ന് ഇന്ത്യ വിപുലമായ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു. നേപ്പാളിലുള്ള 290 ഇന്ത്യൻ പൗരന്മാരുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കാണാതായ ഇന്ത്യക്കാരുടെ വിവരങ്ങൾ ശേഖരിക്കാനും അവരെ രക്ഷപ്പെടുത്താനുമുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ്. കാഠ്മണ്ഡുവിലെയും ബെയ്ജിംഗിലെയും ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികൾ പങ്കെടുത്ത ഉന്നതതല യോഗത്തിനു ശേഷം പ്രളയബാധിത പ്രദേശങ്ങളിൽ കുടുങ്ങിയ ഇന്ത്യക്കാരുടെ സുരക്ഷയും നിലവിലെ സാഹചര്യവും ഉറപ്പാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ അറിയിച്ചു. നേപ്പാൾ അധികൃതർ, മറ്റു മന്ത്രാലയങ്ങൾ, സംസ്ഥാന സർക്കാരുകൾ, ടൂർ ഓപ്പറേറ്റർമാർ, ബന്ധപ്പെട്ട അധികൃതർ എന്നിവരുമായി മന്ത്രാലയം ഏകോപനം നടത്തിവരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായുമായി സംസാരിക്കുകയും ഇന്ത്യയുടെ പൂർണ്ണമായ മാനുഷിക സഹായം ഉറപ്പു നൽകുകയും ചെയ്തു. ഇതുവരെ 84 ഇന്ത്യൻ പൗരന്മാരെ ഇന്ത്യ രക്ഷപ്പെടുത്തി കഴിഞ്ഞു. ഇതിൽ തൃശൂലി 1 ജലവൈദ്യുത പദ്ധതിയിലെ 63 തൊഴിലാളികളും തമിഴ്നാട്ടിൽ നിന്നുള്ള 21 പേരും ഉൾപ്പെടുന്നു. ടിബറ്റ് ഭാഗത്തുള്ള ഏകദേശം 200 ഇന്ത്യൻ പൗരന്മാർ സുരക്ഷിതമായി മടങ്ങിയെത്തുന്നതിന് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇവരിൽ ഒരു കൂട്ടർ ഇതിനകം നേപ്പാളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാണാതായവരെ കണ്ടെത്താനും രക്ഷപ്പെടുത്താനുമുള്ള പ്രവർത്തനങ്ങളെ സഹായിക്കുന്നതിനായി വിദേശകാര്യ മന്ത്രാലയം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കൺട്രോൾ റൂം സജ്ജീകരിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച റാസുവയിൽ കുടുങ്ങിയ 11 ഇന്ത്യക്കാർ ഉൾപ്പെടെ 27 വിദേശ വിനോദസഞ്ചാരികളെ നേപ്പാൾ അധികൃതർ രക്ഷപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.